ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇത് എനിക്ക് അൻസിബയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അൻസിബ തൻ്റെ വീട്ടിൽ കയറി വന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടെങ്കിൽ താൻ അൻസിബയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പൈസയുടെയൊക്കെ ആവശ്യം വരുവാണെങ്കിൽ തൻ്റെ അടുത്ത് വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുണ്ടെങ്കിൽ അൻസിബ ഓർത്ത് വെച്ചിട്ട് ഇത് കണക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കാമെന്നുള്ള രീതിയിൽ. സോ എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ അടുത്ത് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ അൻസിബ ഉണ്ടെങ്കിൽ ഒരു 50,000 വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഞാനുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു വർഷം വരെ കഴിഞ്ഞതിന് ശേഷം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാനുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിച്ചു. കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. അൻസിബ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് തരികയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ അൻസിബയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി ഞാൻ പെട്ടെന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇതേ കണക്കത്തുള്ള എൻ്റെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. സോ ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മ സംഘടനയിൽ കമ്മിറ്റി മീറ്റിങ്ങിലൊന്നും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. ആ സമയത്തുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അൻസിബയാണ് അവിടെ എല്ലാവരെയും എടുത്തിട്ട് പൊഴിച്ച് വാരി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്തായിരുന്നാലും ഇത് കണക്ക് മീഡിയ അടുത്തും ബാക്കിയുള്ളിടത്തും മാത്രമാണ് ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മി പ്രിയ നിൽക്കുന്നത്.